കുറച്ച് വ്യത്യസ്തമായൊരു ഡ്രാമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഡ്രാമയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ, ഡ്രാമയിൽ വരുന്ന ഹീറോൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പഠിപ്പിൽ, സ്പോർട്സിൽ എല്ലാത്തിലും ബെസ്റ്റാണ്. ഓൾമോസ്റ്റ് ഒരു ഓൾറൗണ്ടറാണ്. അവൻ അറിയാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഹീറോന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്യണം. അതേപോലെ അവിടെ ആരും സോൾവ് ചെയ്യാത്ത ഒരുപാട് കേസ് ഉണ്ടാവില്ലേ, അതൊക്കെ ഇവനെടുത്തങ്ങ് സോൾവ് ചെയ്യണം എന്നാണ് ഇവൻ്റെ ചിന്ത. ഇവൻ്റെ ചിന്ത ഇങ്ങനെയാണെങ്കിലും ഇവന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഇവന് അസിസ്റ്റൻ്റായിട്ട് കിട്ടുന്നതാണെങ്കിലോ 4 കോമഡി പീസുകളായിരിക്കും. അപ്പോൾ ഈ കോമഡി പീസുകളെ വെച്ചിട്ട് ഇവനെങ്ങനെ ഒരു കേസ് ലീഡ് ചെയ്യുന്നത്, ആ ലീഡ് ചെയ്യുന്ന സമയത്തുള്ള പ്രോബ്ലംസ്, അതേപോലെ ആ ടൈമിൽ ഈ കോമഡി പീസുകളൊക്കെ എന്താ ചെയ്യുന്നത്, അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സീരീസിൽ കാണിച്ചിട്ടുണ്ടാകും. ഇനിയും ഞാൻ പറഞ്ഞ് ടൈം കളയുന്നില്ല, നേരെ നമുക്ക് സീരീസിലേക്ക് പോവാം. സീരീസിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. ഇവൻ്റെ പേര് ഡോങ്ക്. അതുപോലെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടാവും ഇവ പഠിപ്പിൽ ബെസ്റ്റ് ആയിരിക്കും, അതേപോലെ തന്നെ സ്പോർട്സിലും ബെസ്റ്റാണ്. അങ്ങനെ ബെസ്റ്റ് ആയത് കൊണ്ട് തന്നെ ഇവ ഒരു പെർഫെക്റ്റ് പോലീസും കൂടിയായിരുന്നു. അവൻ ഇത്രയും ബെസ്റ്റ് പോലീസാണെങ്കിലും അവൻ ഇപ്പം നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അവന് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. ഞാൻ സിയോൾക്ക് പോകുന്ന അവിടെയുള്ള ഏതെങ്കിലും ഒരു ക്രൈം ബ്രാഞ്ചിൽ എന്നെ ചേർക്കാൻ പറ്റുമെന്ന് അവൻ്റെ ചീഫിനോട് ചോദിക്കുന്ന. അവൻ്റെ ചീഫാണെങ്കിൽ പെട്ടെന്ന് എനിക്കങ്ങനൊന്നും പറ്റില്ല, ചെയ്യാനൊന്നും പറ്റില്ല, അങ്ങനെ ആ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അയാൾ എണീക്കാൻ നോക്കുമ്പോഴാണെങ്കിൽ അയാൾക്ക് എണീക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. ഇവർ ഭയങ്കര സ്ട്രെസ്സായത് കൊണ്ട് തന്നെ ഡോക്ടർ ഇവരോട് പറഞ്ഞതാണ് 10 മിനിറ്റ് തലകീഴായിട്ട് ഡെയിലി കിടക്കാൻ. ആ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മിസ്സസ് സ്റ്റക്കായത് കൊണ്ട് തന്നെ അവൻ്റെ അടുത്തേക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. എടാ എന്നെ ഒന്ന് എണീപ്പിച്ചിടാ എന്ന രീതി ചോദിച്ചു. അപ്പോൾ ഹീറോ പറഞ്ഞു, ഞാൻ നിങ്ങളെ എണീപ്പിച്ചിടാം, പകരം നിങ്ങൾ എന്നെ സിയോളിലുള്ള ഏതെങ്കിലും ഒരു ക്രൈം ബ്രാഞ്ചിലേക്ക് ചേർക്കണമെന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ തല വിധി, ഇവൻ്റെ അടുത്ത് ഇങ്ങനെ പെട്ടുപോയല്ലോ എന്ന രീതിയിൽ പറഞ്ഞിട്ട് എസും പറഞ്ഞു. കട്ട് ചെയ്താൽ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു പാർക്ക് പോലത്തെ സ്ഥലമാണ്. അവിടെ പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. പക്ഷേ ആ കൂട്ടത്തിൽ ഒരുത്തൻ വിയർഡായിട്ട് കുറച്ച് മാസ്ക് ഇതൊക്കെ ഇട്ടിട്ട് ആ കൂട്ടത്തിലൂടെ ഇങ്ങ് നടക്കുമായിരുന്നു. അതുപോലെ അവൻ്റെ ബാഗിലാണെങ്കിൽ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. അത് ദൂരെ നിന്നൊരു പോലീസുകാരൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പോലീസ് ഓഫീസറാണ് മറ്റുള്ള പോലീസ് ഓഫീസറോട് ഈ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക, അലേർട്ട് അങ്ങനെ രീതിയിൽ പറയാൻ തുടങ്ങി. ഇവർ ഇങ്ങനെ അലേർട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മുഖംമൂടി ഇട്ടവൻ എന്താ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് നോക്കിയാൽ ഒരു ഗോൾഡൻ ബുദ്ധ ശിലയായിരിക്കും. ശില ഇവനെന്തിനാ ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരടുത്തെങ്കിലും ഇലീഗലായിട്ട് ലേലം വിളിച്ച് വിൽക്കാൻ വേണ്ടിയാണ് അവൻ ആ സാധനം ഇവിടെ കൊണ്ടുവന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഇവൻ്റെ തൊട്ടടുത്ത് നിന്ന് ഇവനൊരുത്തം വാച്ച് ചെയ്യുന്നതാണ്. ഇവരെ ദൂരെ നിന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതാരടാ തൊട്ടടുത്ത് നിന്ന് വാച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ എല്ലാവരോടും അലേർട്ട് ആയിട്ട് നിൽക്കാൻ പറഞ്ഞ് അവൻ പറയാൻ തുടങ്ങി. അലേർട്ട് എന്ന് പറഞ്ഞവൻ ടീം ലീഡാ തോന്നി. ഇവൻ്റെ ടീമിൻ്റെ ആൾക്കാരോടൊക്കെ ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്തൊക്കെടാ കാട്ടിക്കൂട്ടുന്നത് ആ രീതി ചോദിച്ചു. പിന്നെ ടീമിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 പേര്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ കോമഡി പീസുകൾ 4 എണ്ണം, അത് തന്നെയാണ് ഇവൻ്റെ ടീമിലുള്ളത്. അതുപോലെ ഈ ഗോൾഡൻ ബുദ്ധ ശില വിൽക്കാൻ പോയില്ലേ, അവൻ്റെ അടുത്ത് പോയിട്ട് ഒരുത്തൻ കണ്ടിട്ടുണ്ടാവില്ലേ, അവൻ്റെ പേരാണ് ടാൻ. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ മീൻ പിടിക്കുന്ന പോലെ വേഷം ഇട്ട് എടുത്തിരിക്കുന്നുണ്ടാവും, അവൻ്റെ പേരാണ് മൂ. അതിൻ്റെ അപ്പുറം നോക്കിയാൽ കപ്പിൾസിനെ പോലെ വേഷം ഇട്ടിട്ട് 2 പേര് ഇരിക്കുന്നുണ്ടാവും. ഈ 2 പേരെ പേര് നോക്കിയാൽ ഇതിൽ കണ്ണാടി ഇട്ടിരിക്കുന്നവൻ്റെ പേര് ജങ്കും, അതുപോലെ പെണ്ണിൻ്റെ പേര് സിയോ എന്നാണ്. ഇവരാണ് ആ 4 കോമഡി പീസുകൾ. പ്ലസ് നിങ്ങൾ ആ നെയിമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അവരും പോലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബട്ട് ഇവരെ ഒളിക്കുന്ന വിധം അത് വല്ലാത്തൊരു വിധമാണ്. അതേപോലെ നോക്കിയാൽ ഈ ടാൻ എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്കറിയാം അവൻ്റെ തൊട്ടടുത്ത് പോയിട്ടാ അവൻ്റെ മുന്നിൽ കുടുങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇവനെ ടീം ലീഡർ ഇങ്ങനെ ദൂരെ നോക്കുന്നില്ലേ, ആ ടീം ലീഡർ കണ്ടിട്ട് ചോദിക്കുന്ന നിന്നോട് ക്ലോസ് പോകാൻ പറഞ്ഞ് ഇത്രയും ക്ലോസ് ആടാ പോവുക, ആ രീതിയിൽ ഇവനിങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി. അപ്പോൾ ടാൻ എക്സസൈസ് ചെയ്യുന്ന പോലെ അഭിനയിക്കാൻ തുടങ്ങി. ഇവനിങ്ങനെ അഭിനയിച്ചിട്ടും കാര്യമില്ല, ചങ്ങായി ഇവനെ കണ്ടുപിടിച്ച് ഇവൻ പോലീസാണ് കേട്ടോ. അവനങ്ങ് ഒറ്റ പോക്ക് പോകാൻ നോക്കുന്നതാണ്. ഇങ്ങനെ ഓടിപ്പോകാൻ നോക്കുമ്പോൾ നമുക്കറിയാം ടാനും അവൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങിയപ്പോൾ ടാൻ അവിടുത്തെ ഒരു കല്ല് തട്ടി നിലത്ത് വീഴുകയാണ് ചെയ്തത്. അവൻ രക്ഷപ്പെടുന്നതാണ്. എല്ലാവരും നോക്കി അവനെ പിടിക്കടാന്ന രീതിയിൽ ഈ ടീമിൻ്റെ ലീഡർ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഓടാൻ വേണ്ടി നോക്കുന്നതാണ്. കപ്പിൾസിനെ പോലെ ആക്ട് ചെയ്തവരില്ലേ, അവർ പുറപ്പെടാൻ വേണ്ടി സൂട്ട് പോവുമായിരുന്നു. ബട്ട് മറ്റവൻ നമുക്കറിയാം ആ ടെൻറ്റിൻ്റെ ലൈറ്റ് കൊണ്ടിട്ട് നിലത്ത് വീഴുക ചെയ്തേ. അതുപോലെ ആ മീൻ പിടിക്കുന്ന പോലെ ആക്ട് ചെയ്തവർത്തനില്ലേ 3 പറഞ്ഞവൻ, അവൻ പുറപ്പെടാൻ നോക്കുമ്പോൾ അവൻ്റെ കൂടെ മീൻ പിടിക്കുന്ന പോലെ ഒരുത്തിന് ഇരുന്നിട്ടില്ലേ, അവൻ പോയിട്ട് സാർ അവിടെ ഒരു വലിയ മീനുണ്ട്, ഇത്ര നേരങ്ങൾ വെയിറ്റ് ചെയ്തിട്ടില്ലേ, ആ മീനെ കൂടി പിടിച്ചിട്ട് പോകുന്ന രീതിയിൽ പറയാൻ തുടങ്ങി. അപ്പോൾ മൂവാണെങ്കിൽ ഒരു സെക്കൻഡ് എന്തിനാ വന്നേ പോലും മറന്നിട്ട്
മീൻ പിടിക്കണോ അല്ലെങ്കിൽ അവനെ പിടിക്കണോ എന്ന് ആലോചിക്കാൻ തുടങ്ങി. അല്ലല്ല, അവനെ തന്നെ പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒറ്റ ഓട്ടം ഓടാൻ തുടങ്ങി അവിടുന്ന്. ഇവനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ടാൻ ഇല്ലേ, അപ്പോഴാണെങ്കിൽ നമുക്കറിയാം ടാൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രിക് ഗൺ ഉണ്ടാവും. അത് മറ്റേ ഈ പുദ്ധശില വെക്കുന്നവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ ഇവനങ്ങ് കറക്കി വിട്ടു പോയിട്ടുണ്ടാവും. ഇവനങ്ങ് കറക്കി വിട്ട് വേണ്ടെന്നെ ആ ഇലക്ട്രിക് ഗൺ ഇവന്റെ മേത്ത് നിന്ന് കൊണ്ടിട്ട് ഇവന് തന്നെ സോക്കടിക്കാൻ തുടങ്ങി. അപ്പൊ ഇലക്ട്രിക് സോക്കിൽ വീണ ഇവനെ കണ്ടിട്ട് മൂവ് വന്നിട്ട് പറയുന്നതാണ്, അടുത്തടുത്തുണ്ടായിട്ട് നിനക്ക് പിടിക്കാൻ പറ്റിയില്ലേ, നിന്നെ ആരടാ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചേർത്ത രീതിയിൽ കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ കള്ളനാണെങ്കിൽ ആ ടൈമിൽ തന്നെ നമുക്കറിയാം ഒരു സൈക്കിൾ എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. കണ്ടിട്ടാണെങ്കിൽ നമുക്കറിയാം സിയോങ്ങും ജാക്കും രണ്ടുപേരും ഓടിക്കുന്ന ഒരു സൈക്കിൾ എടുത്തിട്ട് അവന്റെ പിന്നാലെ അങ്ങ് പോകാൻ തുടങ്ങി. പക്ഷെ ഇതിൽ അവള് മാത്രമേ പെടലി ഔട്ടുന്നുള്ളൂ, ബാക്കിലിരിക്കുന്ന അവൻ പെടലി ഔട്ടുന്നില്ല. അപ്പൊ അവള് പറഞ്ഞിട്ട് നീ എന്താടാ നോക്കിയിരിക്കുന്നത്, പെടലി ചവിട്ട്, നമുക്ക് സ്പീഡ് പോകണം, അങ്ങനത്തെ രീതിയിൽ പറയാൻ തുടങ്ങി. അപ്പൊ ഇവൻ പറഞ്ഞു ഞാനും അതിനായി ട്രൈ ചെയ്യുന്നത്, ബട്ട് എന്നെ കൊണ്ട് പറ്റണില്ല, ആ രീതിയിൽ പറയാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് കാണിക്കുന്നേ ഇവക്കേ സീറ്റുള്ളൂ, അവന് സീറ്റില്ല ബാക്കിൽ. ആ സമയത്താണ് ഇവരെ കടന്നിട്ട് വേറെ വണ്ടി പോകുന്നത്. അത് വേറെ ആരുമല്ല, മൂവാണ്. മൂവ് ചെറിയ ഏതോ കുട്ടികൾ ഓടിക്കുന്ന വണ്ടിയായിട്ട് ഇവരെ കടന്നു പോകുന്നത്. എന്നത് മാത്രമല്ല ഇവരെ നോക്കിയിട്ട് ഞാനുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, ആ രീതിയിൽ പറയുകയും ചെയ്തു. തോന്നുന്നു അവനെന്തോ 100 കിലോമീറ്റർ സ്പീഡ് പോകുന്ന പോലെയും ഇവനെന്തോ 150 കിലോമീറ്റർ സ്പീഡ് പോകുന്ന പോലെയും ഭയങ്കര ഹൈ സ്പീഡ് പോകുന്ന പോലെയാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ടൈമിലാണെങ്കിൽ ജങ്ക് കഷ്ടപ്പെട്ട് പെഡൽ ചെയ്യുകയല്ലേ, പെട്ടെന്നൊരു സ്പീഡ് ബ്രേക്കിൽ നമുക്കറിയാം അവന്റെ ബാക്കിലിട്ടാണ് അത് കുത്തി കയറുന്നത്. സമയത്ത് രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ടാണ് വീഴുന്നത്. ആണെങ്കിൽ നമ്മളെ മൂവ് മാത്രമാണ് അവനെ ഫോളോ ചെയ്തിട്ട് പോകുന്നുള്ളൂ. ആണെങ്കിൽ അവന്റെ അടുത്ത് തന്നെ എത്തിയിട്ട് ആ പന്നി നീ കുടുങ്ങിയാന്ന രീതിയിൽ ചോദിച്ച്, അപ്പോഴാണെങ്കിൽ ഇവൻ സാർ അറിയാതെ ചെയ്തു പോയത് ഇനി ചെയ്യില്ല എന്ന രീതിയിൽ പറയാൻ തുടങ്ങി. ഇപ്പോഴാണെങ്കിൽ മൂവ് വണ്ടിയുടെ ബ്രേക്ക് പിടിക്കാൻ നോക്കുമ്പോൾ വണ്ടിയിലാണെങ്കിൽ ബ്രേക്കേ ഇല്ല. എവിടെ ഇതിൽ ബ്രേക്ക് ഇല്ലടാ, ഇതെങ്ങനെടാ നിർത്തുക. സാർ ഞാനതെങ്ങനെയാന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ ഇവനെ കൂട്ടും. അവൻ കുറച്ച് ദൂരം കഴിഞ്ഞ പാട് സാർ ഞാൻ എത്തേണ്ട സ്ഥലം എത്തി, ഇനി നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പോയിക്കോ, ആ രീതിയിൽ പറയും. അവനാണെങ്കിൽ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടാവും. മൂവിന്റെ വണ്ടി ആണെങ്കിൽ അങ്ങ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, ഈ പോക്കിന് എവിടെയെങ്കിലും പോയിട്ട് നിലത്ത് വീഴുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്, അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുന്ന. അപ്പോഴാണെങ്കിൽ ആ 4 പേരെയും ടീം ലീഡർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളൊക്കെ പോലീസ് ഒന്ന് പുറത്തു പോയിട്ടൊന്നും പറയണ്ട, കാണുന്നവരൊക്കെ ചെരുപ്പെടുത്തടിക്കും നിങ്ങളെ. 4 പേര് പോയിട്ട് ഒരുത്തനെ പിടിക്കുന്നതെന്ന് ഏറ്റവും വലിയ നാണക്കേടാണ്. ആ 4 പേര് പോയിട്ട് ഒരുത്തനെയും പിടിച്ചിട്ടില്ല, എന്തൊരു വലിയ നാണക്കേടാ. നമ്മളെ ടാൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നതാണ്, നിന്റെ അടുത്ത് ആരാണ് ഈ ഇലക്ട്രിക് ഗൺ യൂസ് ചെയ്തത്? അവൻ പോയിട്ട് അത് ഞാനാ സാർ എന്ന രീതിയിൽ പറയും. അവനോട് പോയിട്ട് ഇത്രയും മോശമായ കാര്യം ചെയ്തിട്ട് നിനക്ക് അതിലും അഭിമാനത്തോടെ പറയണം ഞാനാ ചെയ്തെന്ന്. ശരിയാവാനേ പോകുന്നില്ല, നിങ്ങളെ വെച്ചിട്ട് ഒരു ഭ്രാന്തനെ പോലും പിടിക്കാൻ പറ്റില്ല, പിന്നെയല്ല കള്ളനെ. ബാഗിൽ എന്താ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതെന്ന് മൂവിനോട് ചോദിച്ചപ്പോൾ അപ്പോഴാണ് സാർ ഒന്നുമില്ല. അപ്പോഴാണ് ടീം ലീഡർ കാണിക്കടാന്ന രീതിയിൽ പറഞ്ഞപ്പം നോക്കുമ്പോഴാണെങ്കിൽ അതിൽ മീനുണ്ട്. എന്താടാ ഇതിൽ മീന്? സാർ ഇതൊന്നുമല്ല, എൻ്റെ തൊട്ടടുത്ത് ഒരാളുണ്ടായിരുന്നില്ലേ ഞാൻ ആക്ട് ചെയ്യുമ്പോൾ അയാൾ പിടിച്ച മീനായിരുന്നു ഇത്. സാർ 1 കിലോ മീനുണ്ട്, അത് ഞാൻ വെറുതെ വിടുന്ന ചോദിച്ചോ, ഞാൻ തന്നെ ആ മീനങ്ങ് എടുത്തു. അവർക്കാണ് എന്താ പറയണമെന്ന് അറിയില്ല, അത്രക്ക് ദേഷ്യം പിടിച്ചിന്. ഇങ്ങനെ അടുത്ത സീനിൽ നോക്കിയാൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചീഫായിട്ട് ഒരുത്തനുണ്ടാവും. ഈ ടീം ലീഡറെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ 5 പേര് പോയിട്ട് ഒരുത്തനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുള്ള് കുറ്റപ്പെടുത്തല. പുറത്തു വന്ന ടീം ലീഡർ ഈ ദേഷ്യമൊക്കെ അവരുടെ ടീമിൻ്റെ ആൾക്കാരുടെ അടുത്ത് കാണിക്കാൻ തുടങ്ങി. എനിക്ക് മതിയായി, ഇനി നിങ്ങളുടെ ടീമിൽ നിൽക്കുന്നില്ല, ഇനി ഞാൻ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അങ്ങ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ സാധനം എടുത്തിട്ട് ടീം ലീഡർ സ്ഥലം വിട്ട്. അതിനപ്പുറം ഈ 4 പേര് ഉള്ളിൽ വരുമ്പം ആ 4 പേരെയും ഈ ചീഫ് നന്നായിട്ട് കുറ്റപ്പെടുത്തും. നിങ്ങളൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കണ്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ വരെ പാവമായിട്ട് കാണും, കാരണം നിങ്ങൾ അത്രയ്ക്ക് മോശമായിട്ടാണ് പെർഫോമൻസ് ചെയ്തത്. നിങ്ങൾ ഇനിയും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരെ മോശമാക്കാതെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ പോകാൻ പറയുന്ന അയാൾക്ക് അത്രയും ദേഷ്യം പിടിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇവരാണെങ്കിൽ യെസ് സാർ നമ്മൾ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാം, അങ്ങനെ എന്താ ചെയ്യാം എന്ന് പറയുമ്പോൾ അപ്പം പറയും ഒരു പണി പറഞ്ഞാൽ മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ല, നിങ്ങൾ വെറുതെ സെല്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ പറഞ്ഞ് ഇവരങ്ങ് പുറത്താക്കും. എന്നിട്ട് ഇവരെ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവില്ലേ, അത് ഏതൊരു സ്ഥലം എന്ന് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ മറ്റേ ചെറിയ കുട്ടിയൊക്കെ ഇങ്ങനെ കളിപ്പാട്ടൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കൂലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത്. ഇന്നത്തെ കുട്ടികളൊക്കെ ഇനി വേറെ സ്ഥലത്തേക്ക് മാറ്റിയത് കൊണ്ട് ഇനി മുതൽ ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഇവർക്കാണ് മനസ്സേ വരുന്നില്ല, പോലീസ് പോയിട്ട് ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് നിൽക്കുക, ആ രീതിയിലാണ് ഇവർ ചിന്തിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇവർ റൂമിലേക്ക് പോയിട്ട് ഏതൊക്കെ റൂമുകൾ ഉണ്ടെന്നൊക്കെ നോക്കാൻ പോയി. ഇപ്പോഴും ആ കുട്ടികൾ കളിക്കുന്ന ടോയ്സ് അവരുടെ റൂമിൽ തന്നെയാണ് ഉള്ളത്.
അപ്പം ജങ്ക് പറയുന്നതാണ് ആ കുട്ടികളുള്ള സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്, ആ രീതിയിൽ പറയാൻ തുടങ്ങി. കഴിഞ്ഞിട്ട് എല്ലാവരും പിന്നെ ഈ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്താലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് സമയത്താണ് ടാൻ ഒരു ടോയ് കാണുന്നത്. ആ ടോയ് അമർത്തിയിട്ട് സൗണ്ട് വരുന്ന ടോയ് ഇല്ലേ, അതാ കാണുന്നത്. പിടിച്ചിങ്ങനെ ഞെക്കി ഞെക്കി കളിക്കുമ്പോൾ നമ്മുടെ മൂവ് ഉണ്ടാവില്ല. മൂവ് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കളിപ്പില്ല, നീ പിന്നെയും പിന്നെ അത് ഞെക്കല്ലേ എന്ന രീതിയിൽ പറയാൻ തുടങ്ങി. അത് പറയുമ്പോൾ ഇവൻ പിടിച്ച് അമർത്തുമ്പോൾ മൂവിന് ഭയങ്കര കലിപ്പായി. ടോയ് എടുത്ത് അവൻ്റെ വായി പിടിച്ച് ഞെക്കി. ഇത് കഴിഞ്ഞ് ഇവരുടെ ആൾക്കാരൊക്കെ വന്ന് ഇവരുടെ ഓഫീസ് തന്നെ സെറ്റാക്കി കൊടുത്ത് ഭക്ഷണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഓർഡർ ചെയ്തിട്ട് ഇവരുടെ അവസാനം കേസ് എന്ന് ചോദിച്ചപ്പം എല്ലാവരും മൂവിൻ്റെ അടുത്തേക്കാണ് കൈ കാണിച്ചത്. മൂവ് ചോദിക്കുന്ന ഞാൻ എന്തിനടാ കേസ് കൊടുക്കണം, അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞാണ് നിങ്ങളല്ലേ ടീം ലീഡർ, നിങ്ങളല്ലേ കേസ് കൊടുക്കണ്ടേ, അങ്ങനെ രീതിയിൽ എല്ലാവരും പറയാൻ തുടങ്ങി. എന്നൊക്കെ പറയുമ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായിട്ട് ഇവൻ ഞാനല്ലേ ലീഡർ എന്ന രീതിയിൽ കേസ് കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം ഒരു സ്ഥലത്തിരുന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ജങ്കിനോട് ചോദിക്കുന്നതാണ് എല്ലാവരും പറയുന്ന പോലെ ഞാനാണോ ലീഡർ, ആ രീതിയിൽ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ജങ്ക് പറയുന്നതാണ് നിങ്ങളല്ലേ ടീം ലീഡർ, നമുക്ക് വേറെ ഏത് സീനിയറാണ് ഉള്ളത്, നിങ്ങൾ തന്നെയാണ് ഈ ടീമിൻ്റെ ലീഡർ എന്ന രീതിയിൽ അങ്ങ് പറയാൻ തുടങ്ങി. അപ്പം ഞാനാ ലീഡർ, ഞാനാ ലീഡർ, ആ രീതിയിലും കാണാൻ തുടങ്ങി. കഴിഞ്ഞിട്ടാണ് നമുക്ക് സൂം ഔട്ട് ചെയ്ത് കാണിക്കുന്നത് ഇവരെവിടുന്നാണ് അങ്ങ് സംസാരിക്കുന്നതെന്ന്. എന്താ കുട്ടിയൊക്കെ വേണ്ടി ചെയ്ത കുറച്ച് ബാത്റൂം ഉണ്ടാവില്ലേ, ആ ബാത്റൂമിൽ ഇരുന്നാണ് ഇവന്മാരൊക്കെ സംസാരിക്കുന്നത്. ടാനും കൂടെ ചെറിയ കുട്ടികളെ ബാത്റൂമിലാണ് പോയിട്ട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് കുട്ടികൾ കളിക്കാൻ വേണ്ടി കുറേ ടോയ്സ് ഉണ്ടാവില്ലേ, അതിൽ പ്രത്യേകിച്ച് ഒരു ഡ്രാഗൺ ടൈപ്പ് ടോയ് ഉണ്ടാവും. ഡ്രാഗൺ ടോയ് എടുത്തിട്ട് എല്ലാവരുടെ പോയിട്ട് പറയുന്ന ഇത് ഈ സെഞ്ചുറിയിൽ അല്ല, ഇത് വേറെ ഏതോ സെഞ്ചുറിയിൽ ഉണ്ടാക്കിയതാണ്, ഇത് വളരെ അത്ഭുതകരമായ ഒന്നാണ്. അങ്ങനെ എല്ലാവരോടും ജങ്ക് പോയിട്ട് പറയാൻ തുടങ്ങി. അപ്പം ജങ്ക് ചോദിക്കുന്നത് നീ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനാണോ പഠിച്ചത് അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റിനാണോ, ഒക്കെ ഭയങ്കര റിസർച്ച് ചെയ്ത് അങ്ങ് പറ, ഒരു കൾപ്രിറ്ററെ പിടിക്കാൻ പോയി അങ്ങ് മൂഞ്ചിക്കോ, ആ രീതിയിൽ അങ്ങ് പറയാൻ തുടങ്ങി. അതിനുശേഷം എല്ലാവരും ഓഫീസെല്ലാം ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് വെച്ച് പെട്ടെന്നാണെങ്കിൽ ഇവർക്കൊരു കോൾ വരാൻ തുടങ്ങി. കോൾ വന്നപ്പോൾ കോൾ പെട്ടെന്ന് എടുത്തത് ടാനാണ്. ഇപ്പം ഫോൺ എടുത്ത പാട് അയ്യോ അങ്ങനെ സംഭവിച്ചോ, ഫോൺ എടുത്ത പാട് കുറച്ച് ടെൻഷനോട് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ മൊണ്ണെ ആദ്യം നീ ടോയ് ഫോൺ എടുത്ത് മാറ്റിയിട്ട് ഒറിജിനൽ ഫോൺ എടുത്ത് സംസാരിക്കടാ എന്ന രീതിയിൽ പറയാൻ തുടങ്ങി. അപ്പോൾ അവൻ അയ്യോ ഞാനേതോ ഒരു ഇമ്പോർട്ടൻറ്റ് കോൾ എന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് അവൻ പിന്നെ ഒറിജിനൽ ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത്. ഇവൻ ഈ കോളും ഭയങ്കരമായ റിയാക്ഷനാണ് കൊടുക്കുന്നത്. അയ്യോ അങ്ങനെ സംഭവിച്ചോ, ആ രീതിയിൽ കട്ട് ചെയ്ത ദിവസം എല്ലാവരും ചോദിക്കുന്നതാണ് എന്താ സംഭവിച്ചേ, അങ്ങനെ വെച്ച് ഇവൻ പറയുന്ന നമ്മുടെ തൊട്ടടുത്തൊരു കൊല സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് വരണം എന്ന രീതിയിലാണ് പറയുന്ന രീതിയിൽ ഇവൻ പറഞ്ഞു. ബാക്കി എല്ലാവരും കുറച്ച് പേടി കാണിച്ചുകൊണ്ട് തന്നെ മൂവും ടാനും മാത്രം അങ്ങോട്ടേക്ക് പോയി സ്പോട്ടിലേക്ക്. കാറ് പോകുമ്പോൾ ടാൻ ഇങ്ങനെ കാർ ഓടിക്കുമ്പോൾ കൈയൊക്കെ വിറക്കുന്ന കണ്ടിട്ട് മൂവ് വയ്ക്കുന്ന എന്താ സംഭവിച്ചത് ഇത് ചോദിക്കാൻ തുടങ്ങി. ടാന് പറയുന്ന അതൊന്നുമില്ല സാർ, എനിക്ക് ഈ കൊല നടന്നതോ മർഡർ നടന്ന സ്ഥലത്തൊക്കെ പോകുമ്പം എനിക്ക് കുറച്ച് പേടിയും ഭയവും ഉണ്ടാവും, അതുകൊണ്ട് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വിറക്കുന്ന രീതിയിൽ പറയും. അപ്പോൾ ഇവനോട് മൂവ് ചോദിക്കുന്നതാണ് എന്തിനാടാ എന്നാൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നത്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വരണമായിരുന്നു, എനിക്ക് എത്ര ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നടാ പോലീസിൽ, എന്നിട്ട് ഇതിൽ കയറി അങ്ങ് തൊലഞ്ഞല്ലോ എന്ന് രീതി അങ്ങ് പറയാൻ തുടങ്ങി. ഇവൻ പറയാൻ തുടങ്ങി സാർ ആക്ച്വലി ഞാൻ ആദ്യം കൺട്രോൾ റൂം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഇരുന്നത്, ആ സമയത്ത് പോലീസ് ആകണമെന്നത് എൻ്റെ ആഗ്രഹം ആയിരുന്നാലും പോലത്തെ ഒരു ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത് അതുപോലെ ഒരുപാട് കൊലപാതകങ്ങളെ പറ്റി റിസർച്ച് ചെയ്ത് അതേപോലെ ഇതുപോലത്തെ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നത് ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ക്രൈസ് എന്ന രീതിയിൽ അങ്ങ് പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് എനിക്ക് പേടിയുണ്ടെങ്കിൽ ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്തതെന്ന് അങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മൂവ് വയ്ക്കുന്ന എൻ്റെ കൈവറ കണ്ടിട്ട് എനിക്കാ പേടിയാവും, നീ കാറ് മര്യാദക്ക് ഓടിക്കുമോ, ആ രീതിയിൽ അങ്ങ് ചോദിക്കാൻ തുടങ്ങി. അവരും അത് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടിയാണെങ്കിൽ കുറച്ച് ലെഫ്റ്റ് റൈറ്റ് അങ്ങ് പോകാൻ തുടങ്ങി, വണ്ടിയൊക്കെ അങ്ങ് ഡ്രിഫ്റ്റ് അടിക്കാൻ തന്നെ തുടങ്ങി. മൂവ് വയ്ക്കുന്ന ചാവാൻ പോകുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇത്ര നേരം ഈ മര്യാദയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, ഇപ്പം എന്തിനാ പറ്റിയ വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കസ് കളിക്കുന്ന രീതി ചോദിച്ചു. സാർ അതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വണ്ടി സ്ലിപ്പായി പോയതാ, വേറെ ഒന്നുമില്ല, അങ്ങനത്തെ രീതിയിൽ അങ്ങ് പറയാൻ തുടങ്ങി. രണ്ടുപേരാണെങ്കിൽ ഇപ്പോൾ സ്പോട്ടിൽ എത്തിച്ചേരാണ്. അവിടെ ഓൾറെഡി കുറച്ച് പോലീസുകാരൊക്കെ ഉണ്ട്. ഇവർ രണ്ടുപേരും പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഇവരുടെ ഐ ഡി ഉണ്ടാവില്ലേ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഐ ഡി, അതെടുത്ത് ഇങ്ങ് കാണിച്ചു കൊടുത്ത് ഇത് കഴിഞ്ഞിട്ട് ഇവർ രണ്ട് ഡയലോഗ് ഇറക്കി. ഇതാണ് ക്രൈം നടന്ന സ്ഥലം, നമ്മൾ നോക്കിക്കോളൂ, നിങ്ങളൊക്കെ പോയിക്കുന്ന രീതിയിൽ അങ്ങ് പറയാൻ തുടങ്ങി. കേട്ട പോലീസിനൊന്നും മനസ്സിലായിട്ടില്ല, ഇവരൊക്കെ ഇതെന്തിനാ എന്നോട് പറയുന്നത്, ഇവിടെ എന്ത് ക്രൈമാണ് നടന്നത്, അങ്ങനെയാണ് പോലീസ് ചിന്തിക്കുന്നത്. അതുപോലെ ഈ രണ്ട് കോമാളികൾ മൂക്കിൻ്റെ താഴെ എന്തൊക്കെയോ പരട്ടി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡെഡ് ബോഡിയൊക്കെ നല്ല സ്മെല്ലുണ്ടാവില്ലേ, ആ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി ഇവർ ഇത് പുരട്ടി വെച്ചെന്ന രീതിയിലാണ് പറയുന്നത്. ഒരു റൂം കാണാനിടയായി. ആ റൂം കണ്ടപ്പം ടാന് പറഞ്ഞ് ഞാൻ ഉള്ളിൽ പോവാം, ഞാൻ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വരാമെന്ന രീതിയിൽ ടാന് പറഞ്ഞ് ഉള്ളിൽ കയറി ഇവൻ കണ്ടത് നിലത്തോർത്ത് കിടന്ന് വീണിരിക്കുന്നതാണ്. അടുത്താണെങ്കിൽ ഫുള്ള് ചോര കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്.
ഒക്കെ തന്നെ ഇവൻ എല്ലാ എവിഡൻസും കളക്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നതാണ്. ഇതിന്റെ അപ്പുറത്താണെങ്കിൽ മൂവ് ആണെങ്കിൽ ഒരു ഫ്രിഡ്ജിന്റെ അടുത്താണ് നിൽക്കുന്നുണ്ടാവുക. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മുടി നീണ്ടിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ മുടി കണ്ട മൂവ് അയ്യോ അപ്പൊ ഇവിടെ വേറൊരുത്തരും കൂടി ചത്തിട്ടുണ്ടാകുന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. മൂവ് ആണെങ്കിൽ ആ ഫ്രീസർ അങ്ങ് തുറന്നു നോക്കുമ്പോൾ അതിൽ ബ്രസ് മാത്രമാണ് കാണുന്നത്. ആരും ചത്തില്ലാന്ന രീതിയിൽ അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ടാൻ വരുന്നത്. എന്നിട്ട് പറഞ്ഞാൽ സാർ 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 അവിടെ ഡെഡ് ബോഡി ഒന്നും ഇല്ല, അവൻ ജീവനോട് തന്നെയുള്ള രീതിയിൽ അങ്ങ് പറയാൻ തുടങ്ങി. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് മറ്റൊരു സൈഡിൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നില്ലേ, അയാൾ ശരിക്കും വയസ്സായ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ്. തിരിച്ച് കൊണ്ടാക്കാൻ വേണ്ടി, വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പോലീസുകാരനാണെങ്കിൽ വെറുതെ നിന്നതാണ്. അത് കണ്ടിട്ടാണ് ഇവന്മാരൊക്കെ അങ്ങ് ഓടി വന്നത്. ക്രൈം സീൻ എന്ന് പറഞ്ഞിട്ട്. മറ്റൊരുത്തനില്ലേ നിലത്ത് കിടന്നേ, അവൻ വന്നിട്ട് ഇടിച്ചിട്ട് ചോദിക്കുന്നു, ആരടാ നിങ്ങളൊക്കെ, എന്തിനാ എൻ്റെ വീട്ടിൽ കയറി വന്നേ, ആ രീതിയിൽ അങ്ങ് പറയാൻ തുടങ്ങി. എല്ലാവരെയും പുറത്തയക്കാൻ തുടങ്ങി. പോവാണെങ്കിൽ എടാ ഇവനൊക്കെ എങ്ങനെയാടാ എണീച്ച, ഇവൻ ഡെഡ് ബോഡി അല്ലേ അങ്ങനത്തെ രീതിയിൽ ചോദിക്കാൻ തുടങ്ങി. അയാളാണെങ്കിൽ ഇതെന്താ ആളാളെന്നെ ഡെഡ് ബോഡി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കാരടാ ഈ വീട്ട് അഡ്രസ്സ് കൊടുത്തേ, ആ രീതിയിൽ ചോദിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി എന്തോ തെറ്റി പറ്റിയെന്നാണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് ഒരൊറ്റ ഓട്ടം ഓടി. അപ്പോഴാണ് നമുക്ക് കാണിക്കുന്നത്, അവിടെ കാണിച്ച കുറച്ച് ചോരയില്ലേ, അത് ഒറിജിനൽ ചോരയല്ല, അവിടെ കുറച്ച് വൈന് മറിഞ്ഞതാണ്. അതാണ് ഇവന്മാർ ചോര എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമുക്ക് ഒറിജിനലായിട്ട് ക്രൈം നടന്ന സ്ഥലം കാണിക്കുന്നത്. ഒരുപാട് ഡെഡ് ബോഡിയൊക്കെ ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവരെങ്ങനെയാണ് മരിച്ചതെന്ന് കുറേ പേര് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ആൾക്കാർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോവാണെങ്കിൽ ടാന പറയുന്നുണ്ട്, ഡാ ഭ്രാന്ത നീ എന്തിനാടാ ഡോറിൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയേ, ഈ സ്ഥലത്തിൻ്റെ പേര് ഡെറിനാണ് ഡാ, ഡെറിൻ, നീ എന്തിനാടാ ഡോറിലേക്ക് കൊണ്ടുപോയി, ആ രീതിയിൽ അങ്ങ് പറയാൻ തുടങ്ങി. അപ്പോൾ ടാന് പറയുന്ന അത് സാർ ഇവർ ഫോണിൽ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡോറിൽ നിന്നാണ് കേട്ടത്, അതാ ഞാൻ അങ്ങോട്ടേക്ക് പോയേ, ആ രീതിയിൽ അങ്ങ് പറയാൻ തുടങ്ങി. അപ്പം മൂവ് പറയുന്ന നിനക്ക് നല്ലോണം കേൾക്കും നിന്റെ ചെവി, ആ രീതിയിൽ അങ്ങ് പറയാൻ തുടങ്ങി. അതിനുശേഷം ഇവരുടെ ടീമിലുള്ള സിഒ എന്ന് പറഞ്ഞൊരു ലേഡി ഇല്ലേ, അത് ഇവരെക്കാളും മുമ്പിൽ വന്നിട്ടുണ്ടാവും അവരുടെ അടുത്ത്. അതുപോലെ ഇവർക്ക് കിട്ടിയ എവിഡൻസ് വെച്ചിട്ട് ഇവൻ സൂയിസൈഡാ ചെയ്തതെന്ന് പറയുന്നതാണ്. അതിനുള്ള കത്തും ഇവർ കാണിച്ചു കൊടുക്കുന്നതാണ്. ടാൻ ഇതിനപ്പുറം ഞാൻ ഈ കേസ് നോക്കിക്കോളാം രീതിയിൽ ടാന് പറയുമ്പോഴാണ് ഇപ്പോൾ മൂവാണെങ്കിൽ ഇനി ഞാൻ എന്നെ പുറത്ത് വിട്ട തന്നെ ആ രീതിയിൽ പറഞ്ഞിട്ട് ഇവനൊരു കാറിൽ അങ്ങ് ലോക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറമാണെങ്കിൽ നമ്മുടെ ജങ്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് പറയുന്നതാണ് ഇവനെ കൊല ചെയ്തതിന് നമുക്കൊരു എവിഡൻസും കിട്ടിയിട്ടില്ല, ബട്ട് ഇവൻ സൂയിസൈഡ് ചെയ്തതിന് നമുക്ക് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, ആ രീതിയിൽ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ എവിഡൻസ് വെച്ച് ഇവൻ സൂയിസൈഡ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പിക്കാം, അങ്ങനെ ഈ കേസ് അങ്ങ് ഒഴിവാക്കാന്ന രീതിയിൽ പറയുമ്പോഴാണ് അപ്പോൾ ആ മരിച്ചവൻ്റെ വീട്ടിൽ നിന്ന് ഒരു ടെന്നീസ് ബാറ്റ് കിട്ടിയിട്ടുണ്ടാവും, അത് ഇവൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് പറയും സൂപ്പറായിട്ടുണ്ട്, ഇതങ്ങ് എടുത്താലോ എന്ന് ഇത് ചിന്തിക്കുന്നതാണ്. അവൻ കൂട്ടത്തിലൊരുത്തൻ നിങ്ങളെങ്ങനെ ഒരു കത്ത് വെച്ചിട്ട് ഇവ സൂയിസൈഡ് ചെയ്തതെന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ ചോദിച്ചപ്പോൾ ഇവർ ആരടാ അതെന്ന രീതിയിൽ ഇങ്ങ് തിരിഞ്ഞു നോക്കുമ്പോഴാണ്, തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെ കണ്ടത്, ഡോങ്, ഈ സീരീസിൻ്റെ ഹീറോ എന്ന രീതിയിൽ പറയാം. ഇവരാണെങ്കിൽ ചോദിക്കുന്നത് നീ എന്താ വല്ല പോലീസുകാരൻ വല്ലാണ് ഇങ്ങനെ നമ്മളോട് ചോദിക്കാൻ, ആ രീതിയിൽ ചോദിച്ചപ്പോൾ അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ആരാന്ന് മുഖ്യമല്ല, നിങ്ങളെങ്ങനെ ഈ കേസ് ഇത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുന്നത്, ആ രീതിയിൽ അങ്ങ് ചോദിച്ചു. ഇതൊന്നും അന്വേഷിച്ചിട്ടില്ലല്ലോ, ഇവനോട് ആർക്കെങ്കിലും പകയുണ്ടോ, അല്ലെങ്കിൽ ഇവൻ ആരോടും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവനോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ ഒരു കാര്യങ്ങളും നിങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടില്ലല്ലോ. ജസ്റ്റ് ഒരു ലെറ്റർ കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾ അതങ്ങ് സൂയിസൈഡ് ചെയ്തെന്ന് അങ്ങ് ഉറപ്പിക്കുവാണോ. മൂവിനാണ് ഭയങ്കര കലിപ്പായിട്ട് വയ്ക്കുന്ന, നീ എന്താ പോലീസിനെ എതിർത്ത് സംസാരിക്കുന്ന, എന്നിട്ട് വേണ്ടി ഇവരെ സർട്ടൊക്കെ പിടിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ടോങ്ക് പറഞ്ഞ പുതുതായിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വന്ന പോലീസ് ക്യാപ്റ്റൻ ഞാൻ ആ രീതിയിൽ അങ്ങ് പറയാൻ തുടങ്ങി. അതിനുശേഷം എല്ലാവരും ഇവനോട് സോറി പറയാൻ തുടങ്ങി, ഡോങ്ങിനോട്. ഡോങ്ങിനെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് ഈ ക്രൈം സീൻ ഫുള്ളായിട്ടൊന്ന് ചുറ്റിക്കാണിച്ച് നമ്മുടെ ഹീറോ ഒരു സിഗരറ്റ് എടുത്തിട്ട് അങ്ങ് എടുക്കും. സിഗരറ്റ് എടുക്കുമ്പോൾ സിയോട് പറയും നിങ്ങളെങ്ങനെ ഒരു ക്രൈം സീനിൽ സിഗരറ്റ് ഒക്കെ വലിക്കും, ഇതൊക്കെ ഭയങ്കര തെറ്റാന്ന രീതിയിൽ അങ്ങ് പറയും. അപ്പോൾ അവൻ പറയും ആര് പറഞ്ഞ് ഞാൻ സിഗരറ്റ് എടുത്തെന്ന്, എന്നിട്ട് ജസ്റ്റ് ഒരു ചോക്ലേറ്റ് എടുത്ത് കാണിക്കും, ഈ ചോക്ലേറ്റിനാണ് അവർ സിഗരറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ അവരോട് ചോദിക്കും സൂയിസൈഡ് ചെയ്തവർ ലെറ്റർ ചെയ്തിട്ടല്ലേ പോയേ, ആ ലെറ്റർ തരാൻ വേണ്ടി പറയും. ആ ലെറ്റർ കാണാനാണെങ്കിൽ പ്രിൻ്റ് എടുത്ത പോലെയാണ് ഉള്ളത്, അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പോലും അല്ല, എന്നിട്ടാണ് ഇവരെ സൂയിസൈഡ് ചെയ്തതെന്ന് ഉറപ്പിച്ചത്. അപ്പോൾ ഇവൻ പറഞ്ഞു എന്ത് പറയാനാണ് നിങ്ങൾ, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. ഇനി ഈ സ്ഥലത്ത് വേറെ പ്രിൻ്റർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇവരോട് പറഞ്ഞു. നോക്കുമ്പോൾ ആ വീട്ടിൽ തന്നെ ഒരു പ്രിൻ്റർ ഉണ്ട്. അപ്പോൾ ഇവരോട് പറഞ്ഞാൽ അവിടെയുള്ള കുറച്ച് A4 ഷീറ്റ് ഉണ്ടാവില്ലേ, അതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചോദിക്കുന്ന. A4 ഷീറ്റിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നോക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ സൂയിസൈഡ് ചെയ്തിടത്തന്നില്ലേ അവൻ്റെ ലെറ്ററിൻ്റെ A4 ഷീറ്റില്ലേ ഇതിന് കുറച്ച് കട്ടി കൂടുതലാണ്. ഇവൻ്റെ വീട്ടിലുള്ള A4 ഷീറ്റൊക്കെ ഭയങ്കര കട്ടി കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് ഇവൻ്റെ വീട്ടിൽ നിന്നല്ല പ്രിൻറ്റ് ചെയ്തത്, വേറെ എവിടെ നിന്നാണ് പ്രിൻറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചതായിരിക്കാം എന്ന രീതിയിൽ ഡോങ് പറയുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ ഇതിലെന്തെല്ലോ മർമ്മങ്ങളുണ്ടെന്ന രീതിയിൽ അവർ ചിന്തിക്കുന്ന വിധത്താണ് മൂവ് പറയുന്നത്. ചിലപ്പോൾ അവ ഇത് വേറെ കടയിൽ നിന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണെങ്കിലോ എന്ന രീതിയിൽ പറയാൻ തുടങ്ങി. അപ്പം ഡോങ് ചോദിക്കുന്നത് ഈ പൊട്ടനാണോ, എങ്ങനെയാണ് ഒരാൾ കടയിൽ പോയിട്ട് സൂയിസൈഡ് ലെറ്റർ പറഞ്ഞു കൊടുക്കുക, അതും വീട്ടിൽ പ്രിൻ്റർ വെച്ചിട്ട് അവനെന്തിനാണ് കടയിൽ പോയിട്ട് പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യം,
അപ്പോൾ ഇനി മുതൽ ഇതൊരു സൂയിസൈഡ് കേസല്ല, ഇതൊരു കൊലപാതകമാണ്. ഇനി അങ്ങോട്ട് ആ രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനുശേഷം നമ്മുടെ ഈ 4 പേരും ഓഫീസിൽ തന്നെ തിരിച്ചു വരികയാണ്. നമ്മുടെ 4 കോമഡി പീസുകൾ സാധാരണ പോലെ കോമഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കോമഡി കളിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഹീറോ എവിടെയാണെന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഹീറോ എവിടെ പോയി ആ രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പം ഹീറോനെ ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടികളിരിക്കുന്ന കസേരയിൽ ഒരു കുട്ടികളെ തൊപ്പി ഇട്ടിട്ടിരിക്കുകയാണ് ഹീറോ. ചിന്തിക്കുന്ന എന്താണ് ഇവർ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതും കുട്ടികളെ റൂമിൽ. അങ്ങനത്തെ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോ എണീക്കുമ്പോൾ ഇപ്പോൾ ഇവർ പെട്ടെന്ന് അങ്ങ് പേടിച്ചോയിട്ട് പറയുന്നത് ഇവരെന്തെങ്കിലും പേടിപ്പിക്കുന്ന പോലെ എണീക്കുന്നതന്നെ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രൊജക്ടർ ഉണ്ട്. അത് കുട്ടിയൊക്കെ വേണ്ടി ചെയ്ത പ്രൊജക്ടറാണ്. ആ പ്രൊജക്ടറിലാണ് ഇവർ കേസൊക്കെ അന്വേഷിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ കുട്ടി ചെയർ, കുട്ടി ടോയ്, കുട്ടി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുള്ളത്. അവിടെ നിന്നൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് നമുക്ക് തോന്നും ഇതുപോലത്തെ ഒരു സ്ഥലത്ത് നടാ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ തോന്നിപ്പോവും. മൂവ് ആണെങ്കിൽ അവസാനമായിട്ട് മരിച്ചുപോയി അവനില്ലേ, അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ പറയുന്നതാണ് ഇവൻ്റെ പേര് മിന്നാണ്, ഇവൻ ആകെയുള്ളത് ഒരു അച്ഛനാണ്. അങ്ങനെ പറയുമ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ജങ്ക് വായ വെച്ച് ചുമ്മാ ഇരിക്കാതെ എല്ലാവർക്കും ഒരു അച്ഛനല്ലേ ഉണ്ടാവും, ഇവനെന്താ 10 അച്ഛനുണ്ടാ, അങ്ങനത്തെ രീതിയിൽ ചിരിച്ചോണ്ട് ചോദിക്കുന്നതാണ്. അപ്പം മൂവ് ഇവനോട് കുറച്ച് ദേഷ്യത്തോടെ നോക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പം പറയുന്ന ഇവൻ വലിയൊരു കമ്പനിയിലാണ് ജോലി എടുക്കുന്നത്. ആ കമ്പനീൻ്റെ പേരും ആ കമ്പനിയുടെ ഹെഡിൻ്റെ പേരും പറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് ജങ്ക് അവരാന്ന് പറഞ്ഞ് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് ചോദിക്കുന്നത്. ഇത് കണ്ട ഡോങ്ക് ആരടാ അത്, എനിക്ക് പോലും അറിയില്ലാലോ. വന്നിട്ട് എന്താ സാർ നിങ്ങൾക്കും അറിയില്ലാലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അത് കഴിഞ്ഞിട്ട് മൂവ് ഒന്ന് ഇരിക്കാന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവിടെ നോക്കുമ്പോൾ അതാ പുതിയൊരു ഡ്രാഗൺ ടോയ് കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ജങ്കിനാണല്ലോ ഈ ഡ്രാഗൺ ഡൈനോസറിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്നത്. അവനാണെങ്കിൽ ഈ ഡ്രാഗൺ ടോയ് എടുത്തിട്ട് ഇത് എന്താണെന്ന് കുഴപ്പത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോങ്ക് പറയുന്നതാണ് ഇത് ഈ ഇനത്തിനെ ചേർന്നത്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഡോങ്ക് പറയാൻ തുടങ്ങി. ഈ ഡൈനോസറിനെ കുറിച്ചുള്ള ഇവർ കുഴപ്പമില്ലല്ലോ, ഭയങ്കര ബുദ്ധിശാലിയാണല്ലോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവർ. അതിനുശേഷം ഡോങ്ക് ചോദിക്കുന്നതാണ് ഈ മരിച്ചുപോയ അവൻ ലാസ്റ്റ് പണിയെടുത്തൊരു കമ്പനി ഇല്ലേ, അവിടുത്തെ ആരൊക്കെ എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് ചോദിക്കുന്ന ആണെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവരും ആലോചിക്കുന്ന നമ്മൾ പോകണോ അങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഡോങ്ക് ഉണ്ടാവില്ലേ, ഇങ്കി പോങ്കി ഡോങ്ക് അതങ്ങ് ഇട്ട് നോക്കുന്നതാണ്. അവരാണെങ്കിൽ കുറച്ച് പേടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ പേര് വരുത്ത് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ സിഒ എന്നാ സാറ് വിട്ടേക്ക്, ഇവന്മാരെ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ തന്നെ വരാമെന്ന് എഴുതി സിഒ കൂടെ വന്ന് അങ്ങനെ രണ്ടുപേരും ചേർന്ന് അങ്ങ് ഓഫീസിലേക്ക് അങ്ങ് പോകുന്നതാണ്. അവിടെയാണെങ്കിൽ ആ കമ്പനീൻ്റെ ഫൗണ്ടർ ഉണ്ടാവില്ലേ, അവൻ്റെ ഫോട്ടോകളൊക്കെയാണ് അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അവൻ വാങ്ങിയ അവാർഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം കാണാൻ സിഒ വിചാരിച്ചിട്ടുണ്ടാവും ഇവനും ഭയങ്കര ഫേമസ് ആയ ആളായിരിക്കുമല്ലോ ജങ്ക് പറഞ്ഞ പോലെ, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ ഡോങ്ക് ആണെങ്കിൽ അത് നോക്കാതെ ടേബിള് അതിനടുത്തുള്ള സ്നാക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുറിച്ച് നോക്കാൻ തുടങ്ങി. അപ്പോൾ സിഒ ചോദിക്കുന്നു സാറെന്താ ഇതൊക്കെ നോക്കുന്ന രീതി ചോദിച്ചു. അപ്പം ഡോങ്ക് പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണ് ഇവൻ എങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കുമെന്ന് തോന്നി. ഇവനൊരു ലെഫ്റ്റ് ഹാൻഡർ ആയിരിക്കും, കാരണം ഇവൻ വെക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ലെഫ്റ്റ് ഹാൻഡർ ആവാനാണ് ചാൻസ് കൂടുതൽ എന്നാണ് തോന്നുന്നത്. അതുപോലെ ഇവിടെ ഒരുപാട് ഫുഡ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവൻ ഭയങ്കര ഫുഡി ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ആ സമയത്ത് തന്നെ ഈ ഓഫീസിൻ്റെ ഫൗണ്ടർ വരുന്നതാണ്. അതേ സമയത്ത് തന്നെ അവൻ വെൽക്കം സാർ ഹലോ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡാണ് കൊടുക്കുന്നത് മനസ്സിലാക്കി. അപ്പോൾ സാറ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവൻ റെഡിക്കൊരു ലെഫ്റ്റ് ഹാൻഡർ തന്നെയാണ്. അപ്പോൾ ആ ഫൗണ്ടർ പറഞ്ഞ് സാർ എന്നാൽ നമുക്ക് കഴിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ മുഴുവൻ ഭക്ഷണം വെക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ തന്നെ സിഒക്ക് മനസ്സിലായി സാറ് കറക്റ്റായിട്ടാണ് എല്ലാം പറയുന്നത്. ഇതെങ്ങനെ പറഞ്ഞു, ഇവൻ കറക്റ്റ് ഫുഡിയാണ്, എല്ലാം കറക്റ്റായിട്ടാണ് വരുന്നത്. അങ്ങനെ ഭയങ്കര ഷോക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, ഭയങ്കര ബുദ്ധിശാലി എന്നും കൂടി ചിന്തിക്കാൻ തുടങ്ങി. ഡോങ്ക് ചോദിക്കുന്ന നിങ്ങൾക്ക് ആ മരിച്ചുപോയ മിൻ എന്ന ചെക്കനെ പറ്റി എന്തെങ്കിലും അറിയോ, ആ രീതിയിലേക്ക് ചോദിക്കുന്നതാണ്. സാർ എനിക്കും ഭയങ്കര വിഷമമായിട്ടുള്ളത്, നമ്മളെ കമ്പനിയിലാണ് പണിയെടുത്ത് പെട്ടെന്ന് മരിച്ചു പോയപ്പം എനിക്കും കൂടി കുറച്ച് ഷോക്കായിരുന്നു എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴാണ് അവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു എയർ പ്യൂരിഫയർ കാണാൻ പറ്റുന്നത്. അപ്പം ചോദിച്ചു സാർ ഇതെന്തിനാണ് വെച്ചിരിക്കുന്നത്, ഇതുകൊണ്ട് എന്ത് ഉപയോഗമുള്ളത് അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഒന്നുമില്ല സാർ എനിക്ക് കുറച്ച് ലെഗ് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഡെസ്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് അത് ഞാൻ വെച്ചിരിക്കുന്നതെന്ന് അയാൾ പറയാൻ തുടങ്ങി. അപ്പോഴാണെങ്കിൽ സിഒ പെട്ടെന്നൊന്ന് ഫാർട്ട് ചെയ്യും. അങ്ങനെ ഫാർട്ട് ചെയ്തപ്പം നന്നായിട്ട് എയർ പൊള്യൂട്ട് ആയിന്ന് കാണിക്കും. അപ്പോൾ ഇവളിട്ട ബോംബ് കാണാൻ ഇത്രയും വലിയ സൗണ്ട് വന്നെന്ന് എല്ലാവരും ഇവളങ്ങ് തുരിച്ചു നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൾ പറഞ്ഞ സാർ ഇത് ഞാനൊന്നുമല്ല, ഇത് വല്ല സോഫയിൽ നിന്ന് വന്ന സൗണ്ടായിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ മിസ്സിനെ കുറ്റം പറയാൻ തുടങ്ങി. അപ്പം ഡോങ്ക് ചോദിച്ചു എനിക്ക് കുറച്ച് മുതുക് വേദന ഉണ്ട്, നിങ്ങളുടെ അടുത്ത് വല്ല തൈലം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് രീതിയിൽ ചോദിച്ചു. അപ്പോൾ അയാളും സാർ ദാ തൈലം എന്ന രീതിയിൽ അങ്ങോട്ട് തൈലം കൊടുത്തു. പുറത്തിറങ്ങിയിട്ട് പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് തുടങ്ങുന്ന സമയത്തും സിഒ വന്നിട്ട് പറഞ്ഞു സാർ ഞാനല്ലാതെ ഇട്ട് സാർ എൻ്റെ അത് സോഫയിൽ നിന്ന് വന്ന സൗണ്ടാ സാർ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അപ്പം ഡോങ്ക് പറഞ്ഞു
നീ ഇങ്ങനെ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിന്നോട് ഡൗട്ട് കൂടുകയേ ചെയ്യുന്നുള്ളൂ. നീ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നീ എല്ലാം വിശ്വസിക്കുന്നുണ്ടാവും. ബട്ട് ഇപ്പം നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എനിക്ക് നിന്നോട് ഇത്തിരി ഡൗട്ടുണ്ട്. നീ എല്ലാം ഇട്ട് അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. സൈഡ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ജങ്കും മൂവും ഉണ്ടാവില്ലേ, അവൻ ഈ മരിച്ചു പോയ ചങ്ങായി എപ്പോൾ നടന്നു പോകുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അതിൻ്റെ CCTV ഫുട്ടേജ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഇവർ CCTV നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇവനെ ഒരാൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് മനസ്സിലാവുന്നത്. അത് ആരാന്ന് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനാണെങ്കിൽ ഇവനൊക്കെ ഇവൻ ഭയങ്കര കള്ള പയ്യൻ എന്ന രീതിയിൽ അങ്ങ് പറയാൻ തുടങ്ങി. അപ്പോൾ ഇവർ ചോദിക്കുന്ന നിനക്കെങ്ങനെയാണോ ഇവനൊക്കെ അറിയുന്നത് ആ രീതിയിൽ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ പറഞ്ഞ് ഇവൻ്റെ അടുത്ത് നിന്ന് ഓൺലൈനാണ് അറിയാതൊരു ലാപ്ടോപ്പ് വാങ്ങിപ്പോയത്. അതാണെങ്കിൽ വെറും പൊട്ട ലാപ്ടോപ്പാണ്. ആ പൊട്ട ലാപ്ടോപ്പാണെങ്കിൽ ഞാൻ അധിക വില കൊടുത്തിട്ടാണ് ഇവൻ്റെ അടുത്ത് വാങ്ങിയത്. സാർ ഇവൻ ഭയങ്കര ഫ്രോഡാന്ന രീതിയിൽ പറയാൻ തുടങ്ങി. എന്നിട്ട് നമ്മുടെ ഹീറോ സിയോ കൂടി കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളുമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. ചോദിക്കുന്ന ഈ പയ്യൻ മരിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റീസണോ അങ്ങനെ എന്തെങ്കിലും അറിയുമോ എന്ന് രീതി ചോദിച്ചു. അപ്പം പറഞ്ഞു കമ്പനിയിൽ ഫൗണ്ടർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവനായിരുന്നു ഇവനെ ലാസ്റ്റ് കുറ്റം പറഞ്ഞ് എപ്പോഴും കുറ്റം പറയും. അങ്ങനെ അവസാനം ഇവൻ കുറ്റം പറഞ്ഞ ശേഷമാണ് ഈ മരണത്തിൻ്റെ വാർത്ത നമ്മൾ കേട്ടെന്ന രീതിയിൽ പറഞ്ഞു. ഇവരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കാര്യം പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ കാറിലങ്ങ് പോകുന്നത്. ഇതിൻ്റെ മറ്റൊരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഫൗണ്ടറും അതേപോലെ തന്നെ ഫൗണ്ടർ ഇല്ലേ, മരിച്ച ചെക്കനെ എപ്പോഴും കുറ്റം പറയുന്നവൻ, അവർ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു. പറഞ്ഞാൽ ഇവർ രണ്ടുപേരാണ് ഈ കമ്പനീസിൻ്റെ ഓണേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. അവൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരുത്തും കൂടെ നിൽക്കുന്നുണ്ടാവില്ലേ, അവൻ്റെ പേര് ജാങ്. അപ്പം ഗാങ് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പോലീസൊക്കെ നമ്മളെ കമ്പനിയിലൊക്കെ കയറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ജാങ്കിന് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ ജാങ്ക് പറഞ്ഞ ഇവരെന്താ വിചാരിക്കുന്നത്, ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞാൽ അങ്ങ് കയറി വരുന്നത് നമ്മുടെ സ്ഥലത്തൊക്കെ ആ രീതിയിലൊക്കെ ചോദിക്കാൻ തുടങ്ങി. ജാങ്ക് വന്നിട്ട് എടാ നീ സമാധാനപ്പെടേ, എന്ത് പ്രശ്നം വന്നാൽ ഞാൻ നോക്കൂ, നിനക്കൊരു പ്രോബ്ലം വരില്ല ആ രീതിയിൽ പറഞ്ഞിട്ട് ഇവന് ഫുഡ് വാരി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഓഫീസിൽ തിരികെ വന്നിട്ട് നമുക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടാവില്ല, അത് എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ വരുമ്പോഴാണ് ആ സ്ഥലത്താണെങ്കിൽ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടാവും. കുട്ടികളാണെങ്കിൽ കോമഡി ആയിട്ട് ഗെറ്റപ്പൊക്കെ വെച്ചിട്ട് കയ്യിലൊരു തോക്ക് വെച്ചിട്ടുണ്ടാവും, ടോയ് തോക്കെല്ലാം വെച്ചിട്ട് ഇവരങ്ങ് അടിക്കുന്നുണ്ടാവും. എന്തിനാ നമ്മളെ സ്ഥലത്തേക്ക് കയറി വന്നതെന്ന രീതിയിൽ ചോദിച്ചിട്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ഇല്ല പ്രശ്നം കൊണ്ടൊന്നും പറ്റുന്നില്ല, ഇനി ഇവരും കൂടി ഒരു പ്രശ്നമായ രീതിയിൽ പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് അങ്ങ് എൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു എപ്പിസോഡ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡ് എക്സ്പ്ലനേഷൻ വേണോ വേണ്ടയോ ഒന്നും കൂടി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം പോലെ ആയിരിക്കും ഇനി അടുത്ത എപ്പിസോഡ് വരുന്നുണ്ടാവും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.